പിന്നെയും തോൽവി. അവനെന്നെ എങ്ങോട്ട് പോകുന്നു? ഒരാൾ കൂടി ബാക്കിയുണ്ട്. പഴയ കളി അവസാനിച്ചു. വീണ്ടും കരുക്കൾ നിർത്തി. ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി ഭയഭക്തി ബഹുമാനം എന്ന ദിലീപിൻ്റെ ഏറ്റവും പുതിയ പടമാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മൂവി എനിക്ക് അത്ര വലിയൊരു അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. ഒരു ഫാൻസിനെയൊക്കെ ഒരു തൃപ്തിപ്പെടുത്തുന്ന ഒരു പടം അത്ര പറയാനുള്ളൂ. അല്ലാണ്ട് വലിയ അടിപൊളി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ മലയാള സിനിമയുടെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഈ പടം ഡൗൺ ഗ്രേഡ് ആണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ, ബാക്കിയുള്ള ഇപ്പം കന്നഡ ഇൻഡസ്ട്രിയാണ്, തെലുങ്ക് ഇൻഡസ്ട്രിയാണ്, നല്ല നല്ല സബ്ജക്റ്റും നല്ല നല്ല കലാമോണങ്ങളുള്ള പാടം ഇറങ്ങുമ്പോൾ നമ്മൾ അവരുടെ ലെവലിലോട്ട് പോകുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഇത് ഒരുമാതിരി ബാലയ്യ പടം പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈവൻ ഒരു ഫാൻസ് അല്ലാത്ത സിനിമ കാണാൻ പോകുന്ന ആൾക്കാർക്ക് ഈ സിനിമ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന കുറേ റെഫറൻസുകൾ കുത്തിക്കയറ്റി നിറച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പം ദിലീപിൻ്റെ ആണെങ്കിലും ശരി, മമ്മൂട്ടിയുടെ ആണെങ്കിലും ശരി, ഹിറ്റടിച്ച സിനിമകളുടെ പല പല റെഫറൻസ് കുത്തിക്കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പാക്കി വെച്ചിരിക്കുന്ന ഒരു പടമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്ത്. ഈവൻ ഒരു മോഹൻലാൽ ഫാൻസ് എന്നോ അല്ലെങ്കിൽ ഒരു ദിലീപ് ഫാൻസ് എന്ന നിലയിൽ പടം കാണുവാണെങ്കിൽ അവർക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് തോന്നും. ബാക്കി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പടം ഇതെന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് തോന്നാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. പിന്നെ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇനി അഭിനയം എടുത്ത് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡാൻസും ഫൈറ്റ് സീൻസും ഒക്കെ ഉണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. കുഴപ്പമില്ലാത്ത രീതിയിൽ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. കഥ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഥയില്ല. കേട്ട് മറന്ന കഥ തന്നെയായിരുന്നു. അങ്ങനെ വലിയൊരു ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അങ്ങനെ വലിയൊരു നായിക പ്രാധാന്യം അങ്ങനെയുള്ളൊരു സിനിമയായിട്ടൊന്നും തോന്നിയില്ല. അതിന് മറ്റേ നായികമാർക്ക് ഒരു ഇത് ചെയ്യാൻ പറ്റിയൊരു സ്ക്രിപ്റ്റോ ഒന്നും ആയിരുന്നില്ല. സ്ക്രിപ്റ്റ് പ്രകടനം കാഴ്ച ഒരു സ്ക്രിപ്റ്റ് നായകന്മാർക്ക് ഒരു പ്രാധാന്യം തന്നെയില്ല. സിനിമ എപ്പോഴും ഇങ്ങനെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ റെഫറൻസ് കാണിച്ച് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നല്ലാണ്ട് വലിയൊരു ഇതായിട്ടൊന്നുമില്ല. ടിസ്റ്റുകളോ ഒന്നുമില്ല. ഇങ്ങനെ ഒഴുക്കി പോകുന്ന രീതിയിലുള്ള കഥയാണ്. തിരക്കഥ ഇങ്ങനെ വലിയ തിരക്കഥയാണെന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് തോന്നുന്നു ഈ പടം എന്ന് പറഞ്ഞാൽ ഫാൻസിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറയും. ഒരു ടിപ്പിക്കലായിട്ട് പറയുന്ന സ്പൂപ്പ് പടം പോലെയൊക്കെ എനിക്ക് തോന്നി പടം. എന്തായാലും ഫാൻസാണ് നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടും. ഇനി ഈ പടം ആരൊക്കെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെയും കട്ട ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടും. അല്ലാണ്ട് കഥ നോക്കിയും എൻജോയ് ചെയ്തും കാണുന്നവർ കലാമയിലുള്ള സിനിമയും കാണാൻ പോകുന്നവരാണ് അവർക്ക് പറ്റിയൊരു പാടമല്ല ഇത്. ആ രീതിയിൽ കണ്ട പടം കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇഷ്ടമാകാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് വലിയ സംഭവമാണെന്നൊന്നും പടം പറയാൻ പറ്റത്തില്ല. പടം എനിക്കൊരു ആവറേജ് ഫീൽ അത്രയും പറയാനുള്ളൂ. എന്താണെങ്കിലും മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തുക. എനിക്കുള്ളൊന്ന് വൺ ലൈഫ് വൺ ഡ്രീം വൺ ഫാഷൻ. താങ്ക് യു.